ഇതാണ് അനാക്കോണ്ട. എന്റെ ആന കൊയങ്ങി കഴിഞ്ഞാൽ മരത്തിൽ പോയി, മരത്തിന്റെ ചോട്ട് പോയി. അല്ലല്ല, മരത്തിന്റെ ഇല തിന്നോ, ഇല തിന്നോ, ഈ ഇലക്കാ. ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ കുറെ കാലത്തിന് ശേഷം പുറത്ത് പോവാണ്. ഞങ്ങൾ ഗേൾസ് മാത്രം. അതെ, പിന്നെ രാത്രി കൂട്ടാൻ ഒരു വരിയിരിക്കും. അപ്പോൾ ഞങ്ങളിന്ന് പോവാണ്. ഞങ്ങൾ എവിടെയൊക്കെ പോകുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. സ്ഥലമൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഞങ്ങൾ അങ്ങനെ ഗൈസ് മാനാഞ്ചിറ വന്നതാ. പക്ഷെങ്കിൽ ക്രിസ്മസ് അല്ലേ, തിരക്കുണ്ടാവില്ല ചേച്ചി. ഗൈസ് ഇവിടെ എന്തൊരു തിരക്കാ കണ്ടോ. മനുഷ്യന്മാരെ കൊണ്ട് നിൽക്കാൻ സ്ഥലമല്ല. ഇതാ നമ്മളെ വൈറൽ താരം പാമ്പ്. അതെ, എല്ലാം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. തിക്കിലും തിരക്കിലും പെട്ട് കാണാണ്ടായാൽ ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കാന്നൊക്കെ പറഞ്ഞ് കണ്ട് സെറ്റായതാ ഗൈസ്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് കണ്ടോ. അമ്മാതിരി തിരക്ക. അതൊക്കെ നല്ല രസമുണ്ടായി. ഇത്ര ദിവസം ഉണ്ടായിട്ട് ഇന്നാ വരാൻ കണ്ടോ. വ്ളോഗർ മിന്നു. ജസ്ന അനക്ക് എന്താ പറയാനുള്ളത്? എനിക്കെന്തല്ലേ, ഞാൻ ആ പാമ്പിന്റെ തല കണ്ട് നോക്കാണ്. ഓളില്ലേ വരുമ്പോ മുതൽ തുടങ്ങിയതാ പാമ്പിനെ കാണണം. പാമ്പാണ് എന്താ അറിയില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ പോണൊക്കെ നമുക്ക് പാമ്പാ. അതിങ്ങനെ ഓർക്കണുണ്ട്. ചിലപ്പോ അതിന് തല മാറിപ്പോയോ ഗൈസ്. ഇതാണ് ജസ്നന്റെ ഇമാജിനേഷനിലുള്ള അനാക്കോണ്ട. ഓക്കെ, എനിക്ക് തോന്നുന്നത് തല, അതെ തല മാറിപ്പോയതാ. ഇതാണ് അനാക്കോണ്ട. എന്റെ എന്താ പറയാ, ഞാൻ മനസ്സിലാക്കി അനാക്കോണ്ട പറഞ്ഞതാണ്. അതിന്റെ പള്ളന്റെ അടുത്താ ഞാൻ ഉള്ളത്. ആദ്യമായിട്ടാണ് ഞാൻ അനാക്കോണ്ടനെ തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ അറിയില്ല. അനാക്കോണ്ട മഞ്ഞ കളറാണോ ഗൈസ്? അനാക്കോണ്ട മഞ്ഞയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ മറ്റേ നിരങ്ങി വരുന്ന സംഭവം ഒരു സെറ്റ് ചെയ്യണേനു. അടുത്ത പ്രാവശ്യം അതിന്റെ ഉള്ളിൽ കൂടെ കേറിയിട്ട് നമുക്ക് അപ്പുറത്തെത്തേനും വായിക്കൂടെ പുറത്ത് വരേനും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്ത പ്രാവശ്യം ഇതിലൂടെ അങ്ങനെ ഒരു സെറ്റപ്പ് മോഡി സർക്കാരിനോട് ഞാൻ പറയുന്നു. അല്ല, ഇതിന്റെ തലയല്ല നിങ്ങൾ കണ്ടുള്ളൂ, വാല് കാണിച്ചതാ. അത് അതിലും വലിയ കോമഡി. മറ്റേ കോയിന്റെ കാല് പോലെ കോയിപ്പൂവുണ്ട് ഗൈസ്. എന്താ പറയുമ്പോൾ ഞാൻ പറഞ്ഞത്. അതെ, തൊട്ട് നശിപ്പിക്കണോടെ കോയിപ്പൂവ് മെൻഷൻ. അതെ, ആനന്റെ മുമ്പാകെ ഞങ്ങൾ കണ്ടില്ല, ബാക്ക് കണ്ടോളൂ എല്ലാവരും. ട്രീ, എന്തൊരു ട്രീ. ക്രിസ്മസ് നക്ഷത്രം, സ്റ്റാർ ആണ് ഗൈസ്. ഇതിനെ പറ്റി ഞങ്ങൾക്ക് എന്താ പറയാനുണ്ടോ? കുഴപ്പമില്ല. ചെറിഞ്ഞ സ്റ്റാർ, ചെറിഞ്ഞ കോവറല്ല, ചെറിഞ്ഞ സ്റ്റാർ. കുറച്ച് ചരിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റിയുണ്ട്. ചിലപ്പോൾ എന്നെ പോലെ അത്ര കലാവിരുദ്ധ വലിക്കുണ്ടാവും. അത് ശരി, അത് ശരി. അടുത്ത പ്രാവശ്യം ഇവളാണ് ഇവിടുത്തെ. ഓക്കെ, എന്നാ വീട്ടിൽ നമുക്ക് നാളെ ഒന്ന് ജസ്റ്റിനെ കൊണ്ട് ഉണ്ടാക്കിയ ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒരു ട്രീ ആട്ടോ ഗൈസ്, നക്ഷത്ര ട്രീ. അപ്പുറത്തുണ്ട് വേറൊരു ട്രീ ഉണ്ടോ. മാനാഞ്ചിറ വരാത്തവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ അല്ലേ. എല്ലാവരും കണ്ടു, എല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് കണ്ട് തൃപ്തിപ്പെടേണ്ടതാണ്. ഉണ്ടാക്കിയത് ആരാന്നറിയില്ല. മരത്തിന്റെ അടുത്ത് കൊണ്ടേ മാനിനെ കൊണ്ടേ വെച്ചിട്ടുണ്ട്. അവർക്ക് എന്താക്കാൻ എത്ര ആയിട്ടില്ല, എങ്ങനെ മാൻ കയറാൻ. അതല്ല, വേറെ ജില്ലകളിലുള്ളതൊന്നും സങ്കടപ്പെടണ്ട, ഇത് കണ്ട് തൃപ്തിപ്പെട്ടോളൂ. അല്ല, അവിടെ തിരക്ക് കുറവാണെന്നൊക്കെ പലരും പറയും. അതൊന്നും കണ്ട ആരും വരാൻ കണ്ട കെയർഫുൾ ആയിട്ട് എന്താ പറയാ, മനുഷ്യ ചങ്ങല വെച്ചിട്ട് വേണം ഇവിടേക്ക് വരാൻ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫുള്ളായിട്ട് കാണുന്നുണ്ടോ. 2026 ഇതാ കോഴിക്കോട്. ഞങ്ങൾ 2026 വെൽക്കം ചെയ്യുന്നു ഗൈസ്. കണ്ടോ, ഫുള്ള് കണ്ടില്ല. അതിന് മുമ്പ് അമ്മ കൊയങ്ങി, ജസ്ന കൊയങ്ങി, ഉമ്മയും കൊയങ്ങി. അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം ഇരിക്കാന്ന്. കടലേ
അത് കാട്ടിനുള്ളിലായി പോയി കാലൊക്കെ നീട്ടിക്കണ്ടോ ഇരിക്കുന്നുണ്ടോ? ഞങ്ങളിന്ന് ക്രിസ്മസ് ആണ്. ഇന്ന് അല്ല ഇവിടെ ഒന്നും ആരും ഉണ്ടാവില്ല, എല്ലാരും വീട്ടിൽ ഇരുന്ന് പോകും പറഞ്ഞിട്ട് ഞങ്ങളെ. അതെ, വീട്ടിലെ ഞങ്ങൾ ഇന്നലെ വരാൻ കയറി. അപ്പൊ പറഞ്ഞ് ഇന്ന് പോണ്ട, നാളെ പോയിക്കോ, നാളെ ആകുമ്പോ ആരും ഉണ്ടാവില്ല, എല്ലാരും ക്രിസ്മസ് ആയതുകൊണ്ട് ഓരോ വീട്ടിൽ പോകുന്നു, വൈനൊക്കെ കുടിച്ചോരെ വീട്ടിൽ പോകും. അതെ, ഇവിടെ വന്നപ്പോ ഞങ്ങളെ വീട്ടില് ഞങ്ങളുടെ നാട്ടിലാണ് ആരും ഇല്ലാത്ത, ഇവിടെ നിറച്ച ആൾക്കാരാണ് ഗൈസ്. ആരും വീട്ടിലൊന്നും പോയില്ല, എല്ലാരും പുറത്തേക്ക് ഇറങ്ങി. വേണ്ട ഗൈസ്, ആരും ഇല്ല പറഞ്ഞ് വന്നിട്ട് ഇതാണ് അവസ്ഥ. എന്താ പറയാനുള്ളത്? ഉമ്മക്ക് എന്താ പറയാ ഇതിനെ പറ്റിട്ട്? ഒന്നും പറയാനില്ല നമ്മക്ക്. മൊത്തത്തിൽ ലേറ്റ് കണ്ട് അന്തം വിട്ട് നിൽക്കാണ്. അതല്ല വിറ്റ് ഒരു പറയൂ, വീട്ടിൽ പോയി പറഞ്ഞാ പറയും നിങ്ങളല്ല പറഞ്ഞത് പോണോന്ന് അനുഭവിച്ചോളിന്നറിയാം. അല്ലേ എന്റെ ഭർത്താവ് ഇങ്ങനത്തെ ലേറ്റിന്റെ കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാൻ പറയാം. എനിക്ക് ഞാൻ അവിടെ ലേറ്റ് ഇട്ട് കാണിച്ചു തരില്ല, എനിക്ക് എന്തിനാ അവിടെ പോയത്? ലേറ്റ് കാണാനാണോ പോയത്? ലൈറ്റ് വീട്ടിലിട്ടല്ലേ, എന്തിനാ പോയത്? എനിക്ക് ഞാൻ വയലിൽ ലേറ്റ് ഇട്ടല്ലേ. ഈന് നല്ല ലൈറ്റ് നമ്മളെ വീട്ടിലുണ്ടെന്നറിയാം. ബട്ട് ഗൈസ് നല്ല രസമുണ്ട്. അങ്ങനെ ഗൈസ് നമ്മളിതാ ഇരിക്കുന്നവർക്ക് നീച്ചിട്ട് ആനൻ്റെ അടുത്തെത്തി. ഇതാണ് ആന. ഇതാ നേരത്തെ അവള് പറഞ്ഞ അത് കൂനല്ല, ഇത് കൂണ്. ആ സോറി, കൂനല്ല. ഇതാണ് ഗൈസ് നേരത്തെ പറഞ്ഞ. ഇതല്ലേ ആ സിംഹല്ലല്ലോ. ആ അതല്ലേ, സോറി ഗൈസ്, ഇവിടെ ഉണ്ട് മോനെ. ഞാനിതിനെ കണ്ടില്ലടി, എല്ലാം ഉണ്ട് ഗൈസ് ഇവിടെ. ലാസ്റ്റ് ഗൈസ് അവളെ പാമ്പിൻ്റെ അടുത്തെത്തിണ്ട്, പെരുമ്പാമ്പ്. അതെ പെരുമ്പാമ്പ് എന്തെങ്കിലും പറഞ്ഞു. ആ രണ്ടടാടി ഇത് ഇതില് കണ്ടിട്ട് കാർട്ടൂണിലുള്ള അതിൻ്റെ മൈൻഡ് അല്ലേ. തിരക്കിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. പൂർണ്ണചന്ദ്രനല്ല, കുറച്ച് ചന്ദ്രൻ. ഇതുണ്ടല്ലോ, ആനക്ക് കൊഴിഞ്ഞാൽ കുത്തിക്കാനുള്ള മരമാണത്. ആന കൊഴിഞ്ഞു കഴിഞ്ഞാൽ മരത്തിൽ പോയി, മരത്തിന്റെ ചോട്ട് പോയി. അല്ലല്ല, മരത്തിന്റെ ഇല തിന്നോ, ഇല തിന്നോ. ഈ ഇലക്ക് പരമ്പട്ട മാത്രമല്ല തിന്നൂ, നമ്മളാനെല്ലാം തിന്നു. ചിലപ്പോ അതെല്ലാം മിസൈലാണ് ഗൈസ്. അടുത്ത വിക്ഷേപണത്തിന് തയ്യാറായി നിൽക്കുന്ന മിസൈലാണ്. അല്ല ആ മിസൈൽ തന്നെ. എപ്പോ വിടുമെന്ന് അറിയില്ല, അതിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല, ഒക്കെ പ്രവചനാതീതമാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ വന്നോടത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ സാധനം കണ്ടില്ല, അവിടെ പോവാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ബൈ ബൈ പറയാം ഗൈസ്. ഞങ്ങളത് കഴിഞ്ഞു, ഞങ്ങളെ വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും വന്നോളൂ, കാണാത്തവരൊക്കെ വന്ന് കണ്ടോളൂ. നല്ല രസമുണ്ട്, നല്ല തിരക്കുണ്ട്. തിരക്കിൽ പെടാതെ സൂക്ഷിക്കുക. കണ്ടോ പുറത്ത് ഞങ്ങൾ തിരക്ക് കുറയാൻ വിചാരിച്ചില്ല, എവിടെ കുറയുന്നു? തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല പൊടിപടലങ്ങളുണ്ട്. മാസ്ക് ഇട്ട് വരിക. നമ്മൾ പോവാ വീട്ടിലേക്ക്, ഓട്ടോ വിളിച്ച് പോവാ. ചെക്കന്മാരൊന്നും വരൂല. ഈ ഓട്ടോ പോവില്ല. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടില്ല. ഇതെന്താ പോകുന്നത്? കണ്ടോ നല്ല തിരക്ക, ഫുൾ തിരക്ക ആളുകളെ കൊണ്ട് അല്ലേ. നോക്ക് എവിടെ നോക്കിയാലും ലൈറ്റാണ് കഴിച്ച്. കണ്ടോ നമ്മൾ തിരക്ക് കുറേ വിചാരിച്ച് കൂടി വരും.